വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി, പാരഗ്രാഫ് 366, 367. ഓ എൻ്റെ ഈശോയെ, എന്നോട് ക്ഷമിക്കണമേ. ഭാവിയിൽ ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ്. നിന്നിൽ ആശ്രയിക്കാതെ അവിടുത്തെ കൃപയിലും നീചയായ എന്നോട് കരുണ കാണിക്കുന്ന അവിടുത്തെ വലിയ നന്മയിലും ഞാൻ ആശ്രയിക്കുന്നതാണ്. പാരഗ്രാഫ് 367. മറ്റൊരവസരത്തിൽ ജനങ്ങൾ പതിവായി പ്രാർത്ഥിക്കുമ്പോൾ എന്നെ ഏൽപ്പിക്കുന്ന നിയോഗങ്ങൾ നൽകാൻ കർത്താവ് തയ്യാറാവണമെങ്കിലും അവ സ്വീകരിക്കാൻ ആത്മാക്കൾ പലപ്പോഴും വിമുക്തരാണെന്ന് ഈശോ എനിക്ക് വെളിപ്പെടുത്തി തരുന്നു. ആത്മാക്കളോടുള്ള, പ്രത്യേകിച്ച് നീചപാപികളോടുള്ള അളവറ്റ കരുണയാൽ എൻ്റെ ഹൃദയം കവിഞ്ഞൊഴുകുന്നു. ഞാൻ അവരുടെ ഏറ്റവും നല്ല പിതാവാണെന്ന് നിറഞ്ഞൊഴുകുന്ന കരുണയുടെ സ്രോതസ്സിൽ നിന്ന് അവർക്ക് വേണ്ടിയുള്ള രക്തവും വെള്ളവും പുറപ്പെടുവിക്കുന്നതെന്നും അവർ മനസ്സിലാക്കി തരുന്നെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഞാൻ കരുണയുടെ രാജാവായ സക്രാരിയിൽ വാഴുന്നത്. ആത്മാക്കളിലേക്ക് എൻ്റെ കൃപകൾ വർഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് സ്വീകരിക്കാൻ അവർക്ക് താല്പര്യമില്ല. നീ എങ്കിലും സാധിക്കുമ്പോഴൊക്കെ എൻ്റെ അടുക്കൽ വന്ന് അവർ നിരസിക്കുന്ന ഈ കൃപകൾ സ്വീകരിക്കാം. ഇപ്രകാരം എൻ്റെ ഹൃദയത്തെ നീ ആശ്വസിപ്പിക്കും. ഓ, ഇത്രയധികമായ നന്മയോടും സ്നേഹത്തിൻ്റെ തെളിവുകളോടും എത്രമാത്രം അവഗണനയാണ് ആത്മാക്കൾ കാണിക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്ന ആത്മാക്കളുടെ നന്ദിഹീനതകളുടെയും അവഗണനകളുടെയും കയ്പുനീര് മാത്രമാണ് എൻ്റെ ഹൃദയം അനുഭവിക്കുന്നത്. അവർക്ക് എല്ലാറ്റിനും സമയമുണ്ട്, എന്നാൽ കൃപകൾക്കായി എൻ്റെ അടുത്തു വരാൻ മാത്രം അവർക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ നിന്നിലേക്ക് തിരിയുന്നു. നിങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളിലേക്ക് എൻ്റെ ഹൃദയം മനസ്സിലാക്കാൻ നിങ്ങൾക്കും കഴിയാതെ വരുന്നു. എൻ്റെ സ്നേഹത്തിൻ്റെ മുൻപിൽ പൂർണ്ണമായ സമർപ്പണം കാണാതിരുന്നാൽ അവിടെയും എൻ്റെ ഹൃദയം നിരാശപ്പെട്ടു പോകുന്നു. എത്രമാത്രം മുൻകരുതലുകളും സന്ദേഹങ്ങളും സംശയങ്ങളും. നിന്നെ ആശ്വസിപ്പിക്കാൻ ഒരു കാര്യം പറയട്ടെ. പൂർണ്ണം സ്നേഹിക്കുന്ന ആത്മാക്കളും ഈ ലോകത്തിലുണ്ട്. ഞാൻ അവരുടെ ഹൃദയത്തിൽ ആനന്ദത്തോടെ വസിക്കുന്നു. പക്ഷേ അവർ കുറച്ചുപേർ മാത്രമേയുള്ളൂ. എൻ്റെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്ന ആത്മാക്കൾ മഠങ്ങളിലുമുണ്ട്. അവർ എന്നോട് സാരൂപ്യമുള്ളവരായതുകൊണ്ട് സ്വർഗീയ പിതാവ് പ്രത്യേക വാത്സല്യത്തോടെ അവരെ നോക്കിക്കാണുന്നു. മാലാഖമാർക്കും മനുഷ്യർക്കും അവർ ഒരു വിസ്മയമാണ്. അവരുടെ സംഖ്യ വളരെ ചെറുതാണ്. പിതാവായ ദൈവത്തിൻ്റെ നീതിക്കു മുൻപിൽ അവർ ലോകത്തിനു വേണ്ടിയുള്ള ഒരു പ്രതിരോധവും കരുണ ലഭിക്കാനുള്ള മാർഗവുമാണ്. ഈ ആത്മാക്കളുടെ സ്നേഹവും ത്യാഗവുമാണ് ലോകത്തെ താങ്ങി നിർത്തുന്നത്. ആത്മാവിൻ്റെ, പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടുള്ള ആത്മാവിൻ്റെ അവിശ്വസ്തത എൻ്റെ ഹൃദയത്തെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്നു. അപ്രകാരമുള്ള അവിശ്വസ്തതകൾ എൻ്റെ ഹൃദയത്തെ കുത്തിപ്പിളർക്കുന്ന ഘടാരകളാണ്.